ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറുകളാണ്. ഓണത്തിന് മുന്നോടിയായി നമ്മൾക്ക് അച്ചാറുകൾ ഉണ്ടാക്കി വയ്ക്കാം. 3 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് ഇന്നത്തെ താരം. ഈ മാങ്ങ അച്ചാർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നാരങ്ങ അച്ചാറും വെളുത്ത നാരങ്ങ അച്ചാറും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിനേക്കാൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിന് സ്വാദ് കൂടുതലായിരിക്കും. കൂടാതെ ആരോഗ്യത്തിന് ഹാനികരമായ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതുണ്ടാക്കി ജോലിക്കും പഠിക്കാനും വീട് വിട്ടു നിൽക്കുന്നവർക്ക് കൊടുത്തയക്കാം. കുറച്ച് ചെറുപയറും അരിയും ചേർത്ത കഞ്ഞി വെച്ച് ഈ അച്ചാറും കൂട്ടി കഴിച്ചു നോക്കൂ. പണവും മിച്ചം, ആരോഗ്യവും മെച്ചം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ മാങ്ങ 1/2 കിലോ കഴുകി തുണി കൊണ്ട് തുടച്ചതിന് ശേഷം വലിയ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കുക. വലിയ പീസായി മുറിച്ചത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചുരുങ്ങി വരും. മാങ്ങയുടെ ഉള്ളിലുള്ള ഈ തോല് കളയരുത്. അച്ചാറിന് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് നല്ലത്. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം കടുക്, 100 ഗ്രാം കല്ലുപ്പ്, 100 ഗ്രാം കാശ്മീരി മുളക് പൊടി. അച്ചാറിന് നല്ല കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത്. ഉലുവ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 100 ഗ്രാം വെളുത്തുള്ളി എന്നിവയാണ്. കൂടാതെ 1/2 കപ്പ് നല്ലെണ്ണ കൂടി വേണം. മിക്സിയിൽ ഒട്ടും നനവില്ലാതെ 100 ഗ്രാം കല്ലുപ്പ് ചേർത്ത് പൊടിക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കല്ലുപ്പ് മിക്സിയിൽ പൊടിക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. കല്ലുപ്പ് മിക്സിയിൽ പൊടിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടും. ഇനി അതേ മിക്സി ജാറിൽ 100 ഗ്രാം കടുകും 1 സ്പൂൺ ഉലുവയും ചേർത്ത് പൊടിക്കുക. കടുക് പച്ചയ്ക്ക് ചേർക്കുമ്പോൾ കയ്പ്പ് അനുഭവപ്പെടില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രത്യേക രുചിയായിരിക്കും ഈ അച്ചാറിന്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 100 ഗ്രാം മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 100 ഗ്രാമും മാങ്ങ നുറുക്കിയതും ചേർത്ത് നല്ലപോലെ മസാല മാങ്ങയിൽ പൊതിഞ്ഞിരിക്കത്തക്കവണ്ണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 150 ഗ്രാം, ഏകദേശം 1/2 കപ്പിന് മുകളിൽ വരും, നല്ലെണ്ണ കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കുക. 5 ദിവസം കഴിഞ്ഞേ എടുക്കാൻ പാടുള്ളൂ. എല്ലാ ദിവസവും വെള്ളമയമില്ലാത്ത തവി കൊണ്ട് ഒന്നിളക്കി കൊടുക്കണം. 10 ദിവസം കൊണ്ട് നല്ല സോഫ്റ്റ് ആവും മാങ്ങ. ഇനി 5 ദിവസത്തിന് ശേഷം എടുത്ത് ഒരു കുപ്പിയിൽ നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നല്ല ടേസ്റ്റി മാങ്ങ അച്ചാർ തയ്യാർ. ഇത് സാമ്പാർ സാദം, തൈര് സാദം എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അച്ചാറിന് ഉപയോഗിക്കുന്ന മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ ഏതുമാകട്ടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. കടയിൽ നിന്ന് വാങ്ങി 3-4 ദിവസം കഴിഞ്ഞ് അച്ചാറിടാമെന്ന് കരുതിയാൽ അവ വാടിയിരിക്കും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. രണ്ടാമത്തേത്, നല്ലപോലെ കഴുകി തുടച്ച് ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല അച്ചാറിന് ഉപയോഗിക്കുന്ന മാങ്ങ ആയാലും നാരങ്ങ ആയാലും. മൂന്നാമത്, അച്ചാറിൽ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രം, സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രം, കൂടാതെ അച്ചാറിന് ഉപയോഗിക്കുന്ന തവി, സ്പൂൺ എന്നിവയിൽ ഒട്ടും വെള്ളമയം പാടില്ല. കഴിയുമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ ഏറ്റവും ഉത്തമം. നാലാമതായി, വായു ഒട്ടും കടക്കാതെ അച്ചാർ പാത്രം കറക്റ്റായി മൂടി വയ്ക്കുക. അഞ്ചാമത്, അച്ചാർ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളിലോ സ്റ്റോർ ചെയ്യാതെ കണ്ണാടി പാത്രങ്ങൾ, ഭരണി എന്നിവയിൽ അച്ചാർ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാർ കൊല്ലങ്ങളോളം കേടുകൂടാതെയിരിക്കും. അതുപോലെ നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള അച്ചാർ
ചെറിയ കുപ്പിയിലേക്ക് മാറ്റി ബാക്കി ബന്ധവസായി അടച്ചു വയ്ക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഓണസദ്യയ്ക്ക് വിളമ്പാനാണ് ഈ അച്ചാർ. ഈ അച്ചാർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അതുപോലെ ചെറുകിട ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ അച്ചാർ. അച്ചാറെല്ലാം കുപ്പിയിലാക്കി ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ട് ഇളക്കി കഴിച്ചു നോക്കൂ. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളമൂറുന്നില്ലേ? അച്ചാറിന് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് നമ്മൾ തയ്യാറാക്കുന്നത് നാരങ്ങ അച്ചാറാണ്. ഇതിന് 1/2 കിലോ നാരങ്ങ ഏകദേശം 15 എണ്ണം വരും. കഴുകി തുടച്ചു വയ്ക്കുക. നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം തിളയ്ക്കേണ്ട, വെള്ളം ചൂടായാൽ നാരങ്ങ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് വേവിക്കുക. വെള്ളം തിളയ്ക്കാൻ പാടില്ല. ഇനി ചൂടുവെള്ളത്തിൽ നിന്നും നാരങ്ങ മാറ്റി തുണി കൊണ്ട് തുടച്ചു വയ്ക്കുക. ചൂടാറിയ ശേഷം ചെറുതായി മുറിക്കുക. ഓരോ നാരങ്ങയും 8 കഷ്ണങ്ങളാക്കാം. മുറിക്കുന്ന കത്തിയിലും നമ്മൾ അരിയുന്ന ചോപ്പിംഗ് ബോർഡിലും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ എല്ലാ നാരങ്ങയും മുറിച്ചു വയ്ക്കുക. നാരങ്ങയിലുള്ള കുരു മാറ്റുക. നാരങ്ങ അച്ചാറിന് ഒട്ടും കയ്പ്പ് രസം അനുഭവപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുറിച്ചു വെച്ച നാരങ്ങയിലേക്ക് 3 സ്പൂൺ ഉപ്പ് ചേർത്ത് യോജിപ്പിക്കുക. ഉപ്പ് പുരട്ടിയ നാരങ്ങ മാറ്റിവെക്കുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായാൽ 3/4 സ്പൂൺ കടുക് ചേർക്കുക. കൂടെ 1/2 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യുവാൻ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/4 കപ്പ് വെളുത്തുള്ളി 2ആയി മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം 3/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. 5 മിനിറ്റ് വഴറ്റുക. വെളുത്തുള്ളി ചെറിയ രീതിയിൽ ഗോൾഡൻ കളർ ആവണം. ഗ്യാസ് സിമ്മിൽ വെച്ച് ഇനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് 10 തൊട്ട് 15 സെക്കൻഡ് വരെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ വിനാഗിരിയും ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് പുരട്ടി വെച്ച നാരങ്ങ ചേർക്കുക. ഉണ്ടാക്കിയ ദിവസം അച്ചാർ നോക്കുമ്പോൾ പുളിയും ഉപ്പും കയ്പും കൂടുതലായി തോന്നുമെങ്കിലും 4 ദിവസത്തിന് ശേഷം കറക്റ്റായിരിക്കും. 4 ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് അടച്ചു വയ്ക്കുക. എല്ലാ ദിവസവും ഒരു നേരം വെള്ളമയമില്ലാത്ത സ്പൂൺ കൊണ്ട് ഒന്നിളക്കി വീണ്ടും കറക്റ്റായി മൂടി വയ്ക്കുക. 4 ദിവസത്തിന് ശേഷം വെയിലത്ത് ഉണക്കിയെടുത്ത കണ്ണാടി പാത്രത്തിലേക്ക് അച്ചാർ മാറ്റാം. അച്ചാറെല്ലാം കുപ്പിയിലാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ചോറിട്ട് ഉണ്ടു നോക്കൂ. കറികളൊന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ നാരങ്ങ അച്ചാറും ഓണസദ്യയ്ക്ക് വിളമ്പാൻ തയ്യാറായി. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വെളുത്ത നാരങ്ങ അച്ചാറാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. 1/2 കിലോ നാരങ്ങ കഴുകി തുടച്ച് വയ്ക്കുക. ഇനി ഇത് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് എടുത്ത് മുറിച്ച് വയ്ക്കുക. കുരു മാറ്റണം, അല്ലെങ്കിൽ അച്ചാറിന് കയ്പ്പ് അനുഭവപ്പെടും. ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിക്കുക. ഇത് ആറിയതിനു ശേഷം നാരങ്ങയിൽ ഒഴിക്കുക. പച്ചമുളകോ കാന്താരിമുളകോ കീറിയിടാം. ഇനി ഇത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. നല്ല പനി വരുമ്പോൾ ചൂട് കഞ്ഞിയോടൊപ്പം ഈ നാരങ്ങ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അച്ചാറിൽ പൊതുവെ ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് BP ഉള്ളവർ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം കഴിക്കുകയോ ചെയ്യുക. ഓണവിഭവങ്ങളിൽ ഇലയുടെ ഒരറ്റത്ത് വിളമ്പുന്ന അച്ചാർ സദ്യയിൽ ഒരു പ്രധാന ഐറ്റം തന്നെയാണ്. അങ്ങനെ ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ അച്ചാറെല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് അച്ചാറുകൾ നമ്മൾക്ക് തയ്യാറാക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ അച്ചാറിൻ്റെ വിവിധ ടേസ്റ്റിലുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അച്ചാറുണ്ടാക്കാൻ വളരെ സിമ്പിളല്ലേ? ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.